ബാങ്കിന്റെ കേസിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് സഹകരണ നിയമം ലംഘിച്ച് ബാങ്ക് ഭയാർത്ഥികൾക്കുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നാണ്. ഭൂമി ഇടപാടുകളിൽ തുക നിക്ഷേപിക്കാനും ബെനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്യാനും ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ രീതി പറയുന്നത്. ആർബിഐക്കും ധനകാര്യ കൈമാറിയ റിപ്പോർട്ടിലാണ് പറയുന്നതെന്നാണ് പറയുന്നത്. ഉണ്ടല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. CPM-ന് കരുവന്നൂർ ബാങ്കിന് 5 അക്കൗണ്ട്, സമാനമായ അക്കൗണ്ടുകൾ 25 എണ്ണമാണ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ളത്. ഇതെല്ലാം സ്ഥലം മേടിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഈ ബിനാമി ലോണുകൾ കൊടുത്തിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ 50,000 രൂപ കൊണ്ട് അവന് സ്ഥലം പണം വയ്ക്കും. അവനറിയാതെ അത് പുതുക്കി ലോൺ എടുത്ത് ബിനാമി കൊടുക്കുന്നു പൈസ. ഈ 50,000 വെച്ചിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. അങ്ങനെയാണ് ആളുകൾക്ക് വലിയ ബാധ്യതയൊക്കെ വന്നിരിക്കുന്നത്. തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. 300 കോടി രൂപയുടെ തട്ടിപ്പാണ് ബാങ്കിൽ നടന്നിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ ആധാരം അവനറിയാതെ അതിന്റെ ലോൺ എമൗണ്ട് വർദ്ധിപ്പിച്ചിട്ടാണ് ഈ ബിനാമി ലോൺ മുഴുവൻ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ബിനാമി ലോൺ കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തത് പാർട്ടി ഓഫീസിൽ നിന്നാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളാണ്. അവർക്ക് താല്പര്യമുള്ളവരെ സഹായിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത്രയും വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. എന്നിട്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഒരു നടപടിയിലേക്ക് പോകുന്നില്ല. ഇവരെയൊക്കെ 2-3 പ്രാവശ്യങ്ങളുടെ മൊഴി എടുത്തിട്ട് പോലും ചെയ്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ഉണ്ടാവോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെ ചെയ്തിട്ടില്ല. എത്ര നാളായി അന്വേഷണം തുടങ്ങിയിട്ട്? പാർട്ടി പ്രതിപക്ഷം ഭരിക്കുന്ന സ്ഥലത്തൊന്നും ഇതല്ലല്ലോ. ഇന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. കേരള രാജ്യവ്യാപകമായി ED എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയെ കേന്ദ്ര ഗവൺമെന്റ് ദുരുപയോഗം ചെയ്യാണ്. ഒരു സംശയമില്ല. പരമാവധി ദുരുപയോഗം ചെയ്യാണ്. പണം പിരിക്കാനും അവരെ ഉപയോഗിക്കുകയാണ്. കേരളത്തിലെത്തുമ്പോൾ അവരൊന്നും ചെയ്തില്ലല്ലോ. ഞങ്ങൾ ED-യെ വിമർശിക്കുന്നത്. കേരളത്തിൽ ED ഒന്നും ചെയ്യുന്നില്ല. മൃദു സമീപനമാണ് കേരളത്തിലെ സർക്കാരിനോട്. മൃദു സമീപനമാണ് ഇവിടെ വരുമ്പോൾ. ഞാൻ ഒറ്റ ചോദ്യം ചെയ്യുന്നത്, ലൈഫ് മിഷൻ കോഴ കേസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ് ആ കേസ് അല്ലെ? ആരെ ലൈഫ് മിഷന്റെ ചെയർമാൻ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിങ്ങൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണ്ട, ചോദ്യം ചെയ്യണ്ട, ഒരു മൊഴി എടുക്കും. ഒരു മൊഴി ലൈഫ് മിഷന്റെ ചെയർമാൻ്റെ അടുത്ത് വേറെ വല്ല സംസ്ഥാനത്താണെങ്കില ഒന്ന് ഒരു മൊഴി എടുക്കാൻ പോയോ? അടുത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയില്ലല്ലോ. SNC കേസ് എന്താണ്? 22 പ്രാവശ്യം രജിസ്ട്രിയിൽ മാറ്റിവെച്ചു, 38 പ്രാവശ്യം കോടതിയിൽ മാറ്റിവെച്ചു. 6.5 കൊല്ലമായിട്ട് ആ കേസ് ഒന്നും എടുത്തിട്ടില്ല സുപ്രീം കോടതിയിൽ. എവിടെ പോയി CBIയുടെ വക്കീല്? എവിടെ പോയി കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീല്? 6.5 കൊല്ലം. ഒരു അഴിമതി കേസ്, CBI ഫയൽ ചെയ്ത കേസ് ഹാജരായോ? എന്ത് ഗൂഢാലോചനയാണ് നടക്കുന്നത്? എന്ത് ഏർപ്പാടാണ് നടക്കുന്നത്?